Hello, myself Aditya. Welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 7 ന്യൂസ് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്നും ഉള്ളതുപോലെ നമ്മളൊരു 3 ലീഡിംഗ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ നമുക്കറിയാം, അനദർ ഡേ അനദർ ട്രംപ് ന്യൂസ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇത് വരുന്ന ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് വലിയൊരു പ്രയോജനമില്ല. കൺക്ലൂസീവായിട്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഗുഡ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇഷ്യൂവിൽ തന്നെ പറഞ്ഞു പോകും. സോ ഇന്ന് നമ്മളിങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മളത് ആ ഒരു ന്യൂസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. പിന്നെ ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊരു ഈ IR ബേസ്ഡ് ചെയ്താണ് ഈ രണ്ട് ആർട്ടിക്കിൾസും വരുന്നത്. പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഉത്തരാഖണ്ഡിലുണ്ടായ ഫ്ലാഷ് ഫ്ലഡ്സ്. അതിനെക്കുറിച്ച് ദ ഹിന്ദുവിൽ ഒരു എഡിറ്റോറിയലിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്നലെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരൊരു കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു 2 ന്യൂസും കൂടെ ഉണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവുകയാണ്. വേറൊന്നുമല്ല, നമുക്ക് അറിയാം കുറച്ച് നാളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസിലായാലും പത്രങ്ങളിലായാലും നമ്മൾ കണ്ടുവരികയാണ് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം താരിഫ് കിങ് എന്നറിയപ്പെടുന്നു. അങ്ങനെ നമുക്കൊരു ടേമൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ അദ്ദേഹത്തിന് താരിഫ് എന്ന് പറയുന്ന വേർഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ കൺട്രീസിൻ്റെ മേളിലും താരിഫ് പ്രഖ്യാപിച്ച്, സാങ്ഷൻസ് പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ ഡീൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരിത്. നമ്മൾ ഇന്നലത്തെ ഒരു എഡിറ്റോറിയൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബുള്ളിയിങ് ടാക്ടിക്സ് എന്ന് പറഞ്ഞു. അതായത് ഈ സാങ്ഷൻസും താരിഫൊക്കെ പ്രഖ്യാപിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ഡീൽസിനെയൊക്കെ ക്ലോസ് ചെയ്യുക, അവരുടെ ടേംസിലേക്ക് കൊണ്ടുവരിക. സോ ബിക്കോസ് US ഇസ് ലൈക്ക് ഭയങ്കര ഒരു കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്. അപ്പോൾ അവർ ഇങ്ങനത്തെ ഇമ്പോർട്ടിലൊക്കെ കുറച്ച് ഡ്യൂട്ടീസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയും. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട്സ് കുറയുമ്പം നമ്മുടെ പൈസ കുറയും, ലൈക്ക് നമുക്ക് കിട്ടുന്ന കാശ് കുറയും. അതുവഴി അവർക്കൊരു എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് വഴി അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക, ആരുടെ USൻ്റെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പോളിസിയാണ് എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ബേസിക്കലി ബുള്ളിയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പം നമ്മൾ റഷ്യൻ ഓയിൽ നമ്മൾ ബൈ ചെയ്യുന്നു എന്നുള്ളൊരു പേരിനകത്ത് ഒരു ആഡ് വാലറം ടാക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അഡീഷണൽ ഡ്യൂട്ടി, നമുക്ക് ഓൾറെഡി 25% ഡ്യൂട്ടി ടാക്സ് പ്രഖ്യാപിച്ചിരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടി. അതിൻ്റെ കൂടെ നമ്മളൊരു അഡീഷണൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂയിങ് ദ പർച്ചേസ് ഓഫ് ഓയിൽ ഫ്രം റഷ്യ എന്നുള്ളൊരു ഫാക്ടർ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഡ് വാലറം ടാക്സിനെ ഇതാക്കിയിരിക്കുക. എന്താണ് ഈ ആഡ് വാലറം ടാക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇനീഷ്യലി നമുക്ക് 25% താരിഫ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഈ ഒരു അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഇന്നലെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു 21 ഡേയ്സിൻ്റെ ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആക്ച്വലി 50% അല്ല താരിഫ് റേറ്റ്, പ്രപ്പോസ്ഡ് ആണ് 50%. റൈറ്റ് നൗ ഇറ്റ് ഇസ് 25%. അപ്പോൾ 50%ലേക്ക് 21 ഡേയ്സിനുള്ളിൽ മാറും. ഇഫ് ആൻഡ് അതർവൈസ് അദ്ദേഹം ഇന്ന് വൈകിട്ട് വന്ന് വേറെ എന്തെങ്കിലും മാറ്റി പറയാതിരുന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി ഈ ബേസിക്കലി ഈ ആർട്ടിക്കിളിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഈ ആഡ് വാലറം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ബേസിക്കലി നമ്മൾ കാൽക്കുലേഷൻ മെത്തേഡ് വെച്ചിട്ട്, അതായത് നമ്മൾ based on how we calculate the tax, 2 types of taxes ഉണ്ട്. ഒന്ന് ഈ ആഡ് വാലറം എന്ന് പറയും. ആഡ് വാലറം എന്ന് പറയുന്നത് ഈ ഒരു ടേം വാലറം എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് കിട്ടും വാല്യൂ. ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. നമുക്കറിയാം നമുക്ക് എത്രത്തോളം ആ ഒരു സാധനത്തിൻ്റെ വാല്യൂ കൂടുന്നു അത്രത്തോളം ടാക്സും കൂടുന്നതിനെയാണ് ആഡ് വാലറം ടാക്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള GSTനെ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടാക്സിനെയാണ് നമ്മൾ സ്പെസിഫിക് എന്ന് പറയുന്നത്. സ്പെസിഫിക് ടാക്സ്. ഈ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ വാല്യൂവിനെ ബേസ്ഡ് ആണ് ടാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പെർ യൂണിറ്റ് ആണ് ടാക്സ്, പെർ യൂണിറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഓർ വെയ്റ്റ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടാക്സ് വരുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, കോമൺലി സൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് ഉണ്ടല്ലോ, സിഗരറ്റിന് ആക്ച്വലി ഒരു പാക്ക് ഓഫ് സിഗരറ്റ്സിനാണ് ടാക്സ് വരുന്നത്. അതിൻ്റെ യൂണിറ്റ് എത്ര സിഗരറ്റ്സ് ഉണ്ടോ അതിന് ഒരു പാക്ക് ഓഫ് 20 ടാക്സ് വരുന്നത്. കോമൺലി സൈറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ സ്പെസിഫിക് ആൻഡ് ആഡ് വാലറം ടാക്സ്. അപ്പോൾ ഇതിനകത്ത് ആഡ് വാലറം ടാക്സ് എന്നുള്ള രീതിക്ക് നമ്മൾ എത്രത്തോളം വാല്യൂ ആണോ ഉള്ളത് അതിൽ 25% ഓഫ് ദി വാല്യൂ ദ ട്രാൻസാക്ഷനകത്താണ് അദ്ദേഹം സാങ്ഷൻസ് പോലെ
ഒരു താരിഫ് ഇമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഇറ്റ് ഈസ് ആക്ച്വലി സിംഗ്ലിംഗ് ഔട്ട് ഇന്ത്യ. ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് വി ക്യാൻ ഗസ് ദാറ്റ് ബിക്കോസ് ഇന്നലത്തെ നമ്മൾ ഈ ബുള്ളിങ് ടാക്ടിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയലിനകത്ത്, ഇത് ഹിന്ദുവിൽ എഡിറ്റോറിയലിനകത്ത് നമ്മളൊരു ട്രേഡ് ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അമേരിക്കയ്ക്ക് ആക്ച്വലി അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലും ഡയറി പ്രോഡക്ട്സിലുമൊക്കെ അവർക്ക് ഇന്ത്യയുടെ മാർക്കറ്റ് ആക്സസ് വേണം, വിച്ച് വി ആർ റെസിസ്റ്റിംഗ് ബിക്കോസ് അത് നമ്മുടെ ഫാർമേഴ്സിനൊക്കെ ചിലപ്പോൾ ദോഷകരമായേക്കാം എന്നുള്ളതിനകത്ത്. അപ്പോൾ ആ ഒരു ട്രേഡ് ഡീൽസൊക്കെ മേ ബി നേരെ നടക്കാത്തത് കൊണ്ടാവണം പുള്ളി ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം എന്താ, ഈ റഷ്യൻ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടല്ലേ ഇദ്ദേഹം ഈ ടാക്സിനെ ഇതാക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയും യൂറോപ്യൻ യൂണിയനും, നമ്മൾ ഇന്നലെ കണ്ടു EU എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ, ഇവരുടെ ഈ ഒരു ഇത് ആക്ച്വലി കാണിക്കുന്നത് ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് ഫ്രം റഷ്യ, ഓയിലും കോളും ഗ്യാസ് ഇമ്പോർട്ട്സുമാണ്. നമ്മൾ ഗ്യാസ് ഇമ്പോർട്ട് അങ്ങനെ അധികം ചെയ്യുന്നില്ല. പക്ഷേ ചൈനയും EUവിനകത്ത് അവർ ഒരു എത്രയോ ഇന്ത്യനെക്കാട്ടിലും, ഇതാണ് ഇന്ത്യയുടെ കേട്ടോ, ഇന്ത്യനെക്കാട്ടിലും എത്രയോ വലിയ രീതിയിലാണ് അവർ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരെ അത്രയും വലിയ സാങ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ചൈനയ്ക്കെതിരെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റിൽ 30%. നമ്മൾ ആദ്യം നോക്കുമ്പം 145% വരെയൊക്കെ അദ്ദേഹം ഈ താരിഫിൻ്റെ ഒരു സീരീസ് തുടങ്ങിയ സമയത്ത് 145% ടാക്സൊക്കെ പുള്ളി ആദ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പിന്നെ ഒരു സമാധാന ചർച്ചയിലൊക്കെ വന്നിട്ട് ഒരു ഡീലൊക്കെ ഉറപ്പിച്ച് ഇപ്പോൾ 30% ആണ്. പക്ഷെ നമ്മളെടുത്ത് അതൊരു 50% ഇപ്പോൾ ഉയർത്തിയേക്കാണ് ഈ ഒരു റീസൺ സൈറ്റ് ചെയ്ത്. അപ്പോൾ അത് ഭയങ്കര അൺജസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെയാണ് ബേസിക്കലി നമ്മൾ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഫ്രണ്ട്സ് ആയിരുന്നു ഇന്ത്യയും US-ഉം. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിലായാലും അതിനുശേഷം പിന്നീട് നമുക്ക് ഇപ്പോൾ ജോ ബൈഡൻ്റെ ടേമിനകത്ത് നമ്മൾ ഇന്നലെ ആർട്ടിക്കിളിൽ കണ്ടു, ആ ഒരു ടൈമിൽ റഷ്യ യുക്രൈൻ വാർ നടക്കുന്ന സമയത്തിൽ ഭയങ്കര ഇൻസ്റ്റബിലിറ്റി ആയിരുന്നു, ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരുന്നു ഈ ഓയിൽ പ്രൈസസിനൊക്കെ. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇന്ത്യയോട് ഈ ഒരു റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്തുകൊള്ളൂ എന്നുള്ള രീതിക്ക് അവർ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഈ ഒരു ചേഞ്ച് ഓഫ് പോളിസീസ് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ഇത് ഇന്ത്യ ആരോടൊപ്പം ട്രേഡ് ചെയ്യണമെന്നുള്ളത് ഇന്ത്യയുടെ തന്നെ ഒരു സോവറിനിറ്റിയുടെ പാർട്ടായിട്ട് വരുന്ന ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കാണേണ്ട ഒരു ഡെവലപ്മെൻ്റ് ആണ്, നമ്മുടെ പ്രധാനമന്ത്രി ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി ഇൻ ചൈന ഫോർ ദി SCO സമ്മിറ്റ്. SCO എന്ന് പറയുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും നല്ലൊരു ആർട്ടിക്കിൾ ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റ് നടക്കുന്ന സമയത്ത് വരും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഈ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ SCOനെ കുറിച്ച് പറയാനുള്ളതല്ല. SCO എന്ന് പറയുന്നത് റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ, ഇങ്ങനെ ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ എന്താ പറയുക, USA ആൻഡ് EUവിൻ്റെ കൂടെ നാറ്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നതിൻ്റെ ഒരു എതിർവശമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അങ്ങനെയല്ല ഇത് വരുന്നത്, ബട്ട് സ്റ്റിൽ യു ക്യാൻ സീ ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ SCO സമ്മിറ്റിൽ നമുക്കറിയാം ചൈന ഇന്ത്യ രീതിയിൽ ബോർഡർ ക്ലാഷസ് ഒക്കെ ഉണ്ടായി. അത് 2020 ഗൽവാൻ ക്ലാഷസ് എന്ന് പറയും. ആ 2020 ശേഷം അവർ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള ഷീ ജിൻപിങ്ങും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ഇന്ത്യൻ PM ഇസ് ഗോയിങ് ടു ചൈന ഫോർ ദി SCO മീറ്റ്. അത് ഇപ്പോൾ ഈ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് വന്നേക്കുന്നത്. ഈ US ആക്ച്വലി നമ്മൾക്ക് താരിഫ് ഇങ്ങനെ 50% ഉയർത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. മാത്രമല്ല ചൈനയും ദേ ഹാവ് റിലീസ്ഡ് മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അൺജസ്റ്റ് ആയിട്ടുള്ള സംഭവമാണെന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇത് എങ്ങനെയാണ് തിരിഞ്ഞു വരുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയാനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഡെവലപ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്ന ആർട്ടിക്കിൾ രാവിലെ ഞാൻ കണ്ടപ്പോഴത്തേക്കും കണ്ണ് തള്ളിപ്പോയ ഒരു ആർട്ടിക്കിളാണ്. ഫോർ 2 reasons. 1, ഇറ്റ് ഈസ് എൻ വെരി എക്സലൻറ്റ് പീസ് ഓഫ് റൈറ്റിംഗ്. ബിക്കോസ് ഇത് നമ്മൾ വേറെ ആരുമല്ല, ശശി തരൂർ സർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. വളരെ നന്നായിട്ട് ഒരു നല്ലൊരു അനലിറ്റിക്കൽ രീതിയിൽ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഐ വിൽ സജസ്റ്റ് ദാറ്റ് പ്ലീസ് ഡു റീഡ് ദിസ് ബൈ യുവർ സെൽഫ്. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം തരൂരിൻ്റെ ഇംഗ്ലീഷിൽ തന്നെ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ഇത് ആർട്ടിക്കിൾ വായിക്കണം എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഡിക്ഷണറിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വേർഡ് സെർച്ച് ചെയ്ത് മീനിങ്സ് ഒക്കെ കണ്ടുപിടിച്ച് അല്ലാതെ ഈ ആർട്ടിക്കിൾ വായിച്ച് തീർക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ കണ്ണ് തള്ളി പോകാനായിട്ടുള്ള രണ്ടാമത്തെ റീസൺ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ ഹോൾ ആർട്ടിക്കിൾ മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഐ വിൽ ജസ്റ്റ് സമ്മറ്റ് അപ്പ് ടു യു എങ്ങനെയാണ് ഓരോ പാരഗ്രാഫ് നമുക്ക് എന്താ പറയുന്നത് എന്നുള്ള കാര്യം പറയാം. ആൻഡ് ഇൻ ദിസ് ഐ ഹാവ് ഹൈലൈറ്റഡ് മെനി സ്റ്റഫ് ആൻഡ് കുറച്ച് ഭയങ്കര കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾക്കൊക്കെ മീനിങ്ങും എഴുതി വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ദാറ്റ് ഓൾസോ. We will be looking at it.
സാധാരണ ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് വായിക്കേണ്ട, നമുക്ക് വേറെ ഇതിലേക്ക് പോവാം എന്നുള്ള പ്രവണതയാണ് അത് കൂടുതൽ വരുന്നത്. ചിലപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ബീക്കൺ ഇട്ടിരുന്ന സമയത്ത് ഇത് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇതിങ്ങനെ കുറേ വാക്കുകൾ കാണുമ്പോൾ തന്നെ വിട്ടിട്ട് പോകും. പക്ഷേ അത് ഈ ഒരു സാധനമെങ്കിലും ഒന്ന് കേട്ടിരിക്കുക, സോ ദാറ്റ് യു ഗെറ്റ് ടു നോ വാട്ട് ഇറ്റ് ഇസ്. ബിക്കോസ് നമ്മളിപ്പോൾ സിവിൽ സർവീസ് എക്സാമിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് പേഴ്സ്പെക്റ്റീവ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇപ്പോൾ നല്ലൊരു ആർട്ടിക്കിളാണ്, നമുക്ക് ഇതിനകത്ത് പോകാം. ഇപ്പോൾ ഇദ്ദേഹം ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ എഴുതാൻ തന്നെ കാര്യം, തമിഴ്നാട്ടിലും കർണാടകയിലും ഫോക്സ്കോൺ നമുക്കറിയാം ഐഫോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ നിന്ന് ഒരു 300ഓളം ചൈനീസ് എഞ്ചിനീയേഴ്സിനെ അവർ റീകോൾ ചെയ്തു. അപ്പോൾ അത് അവർ സൈറ്റ് ചെയ്യുന്നത് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റിക്കുലസ്ലി കാലിബ്രേറ്റഡ് സ്ട്രാറ്റേജം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സ്ട്രാറ്റജി ഓർ പ്ലാൻ, അതാണ് ഇതിൻ്റെ മീനിങ്. ഈ എക്സോഡസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ് ഡിപ്പാർച്ചർ. കാരണം 300 പേര്, അതും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ആൾക്കാർ പോകുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ. അതാണ്. പിന്നെ ഇറ്റ് ഈസ് എ മെറ്റിക്കുലസ്ലി കാലിബ്രേറ്റഡ് സ്ട്രാറ്റേജം ഡിസൈൻ ടു അറസ്റ്റ് ഇന്ത്യാസ് ബുർജിയനിങ് മാനുഫാക്ചറിങ് അംബിഷൻസ് ആൻഡ് പെർപെച്വേറ്റ് യൂണിപോളാർ ഏഷ്യ. ചൈനയ്ക്ക് എപ്പോഴും ഒരു ഡോമിനൻസ് ചെയ്യണം എന്നുണ്ട്, ഈ ഓവർ ആർക്കിംഗ് എക്കണോമിക് ഹെഗമണി എന്ന് പറഞ്ഞാൽ ഡോമിനൻസ്, അത്രയും ഓർത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡോമിനൻസ് ഏഷ്യയിൽ ചൈന വേണം ഏറ്റവും ലീഡ് ചെയ്യാൻ എന്നുള്ള അംബീഷ്യസ് ആയിട്ടുള്ളൊരു ഗോൾസ് ചൈനയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് അംബീഷൻസ് ഉണ്ട്. മാനുഫാക്ചറിങ്ങിൽ ഗ്ലോബൽ ഹബ്ബായി മാറുക, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും രീതിയിൽ നമ്മൾ വരുമ്പം അവർ നമ്മുടെ ഒരു റൈവലായിട്ടാണ് കാണുന്നത്. റൈവൽ മാത്രമായിട്ടല്ല, ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടും കാണുന്നു എന്നുള്ളതാണ് ശശി തരൂർ സാറ് ഇൻഫർ ചെയ്യുന്നത്. നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് ഇത് പറയുന്നത് ഇതൊരു സിംപ്ലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസിന് വേണ്ടി ലോജിസ്റ്റിക്കൽ റീഷഫ്ലിംഗ് ചെയ്തതല്ല. മാത്രമല്ല, ഇത് എന്താണെന്ന് കാര്യം വെച്ചാൽ ഇതൊരു സബ്റ്റിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എന്താ പറയുക, ജിയോ എക്കണോമിക് മനൂവർ. ബിക്കോസ് നമ്മളുടെ റൈസിൽ അവർ ഭയങ്കര അപ്രിഹെൻസീവാണ്. ഇന്ത്യ കുതിച്ചുയരുന്നതിൽ അവർക്ക് ചെറിയ എന്താ പറയുക അപ്രിഹെൻഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, കാരണം ചൈനീസ് എഞ്ചിനീയേഴ്സിനെയാണ് വിളിച്ചേക്കുന്നത്. ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്കിൽഡ് ലേബർ ഫോഴ്സ് ആണ്, ഹു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈ നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻസിന്. അത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് സ്കിൽഡ് ലേബർ തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെ ഏതൊരു ഓപ്പറേഷൻസിനെയും എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബറിന് പുറമെ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് പോലുള്ള സ്കിൽഡ് ടെക്നീഷ്യൻസ് വേണം. അതുപോലെ ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട്, കാരണം ഇപ്പോൾ ഈ ലാബ്രിന്തനെ ഓഫ് കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്നത് വേറൊന്നല്ല. ഈ ലാബ്രിന്ത് എന്ന് പറയുന്നത് നമ്മളൊരു മെയ്സിനെയൊക്കെ പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഫ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ബിക്കോസ് ഇപ്പോഴത്തെ നമുക്കറിയാം മോഡേൺ മാനുഫാക്ചറിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല സ്കില്ലുള്ള ആൾക്കാർ തന്നെ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെ അദ്ദേഹം പറയുന്നത്, ഇങ്ങനത്തെ ഒരു 300ഓളം ചൈനീസ് എഞ്ചിനീയേഴ്സ് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി എന്താ വരുന്നത്, നമ്മുടെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ. നമ്മൾ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിപ്പോൾ ഇവിടെ ആപ്പിൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈവൻ ഇഫ് ദർ ഇസ് എ ടെക്നോളജി ട്രാൻസ്ഫർ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷനിൽ അതൊരു വലിയൊരു ഇംപെഡിമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇദ്ദേഹം എന്ന് പറഞ്ഞത് ചൈനയുടെ ഒരു ആക്ഷനകത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ബിഗ് ഇംപെഡിമെൻറ്റ് ടു ഇന്ത്യാസ് ടെക്നോളജി, ക്രൂഷ്യൽ ടെക്നോളജീസ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ നോളജ് ആൻഡ് ദ എക്സ്പീരിയൻസ് ദാറ്റ് ദേ ക്യാരി, അത് നമ്മുടെ അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നോളജിയിൽ നമുക്ക് ഉയർന്നു വരാനായിട്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ കൺസ്ട്രക്റ്റഡ് എഡിഫിസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. എഡിഫിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബിൽഡിംഗ് എന്നാണ്. ഇപ്പോൾ കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് ഓഫ് അഡ്വാൻസ്ഡ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഇസ് എ പ്ലേ ഓഫ് വേർഡ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കൺസ്ട്രക്റ്റഡ് എഡിഫിസ് എന്നുള്ള രീതിക്ക് നല്ല രീതിയിൽ ഫ്ലെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതിനെക്കാട്ടിലും എത്രയോ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് നിങ്ങൾ എല്ലാവരും ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് പോലെ തരൂരിയൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യണം എന്നുള്ള രീതിക്കല്ല, കുറച്ച് വാക്കുകൾ കേട്ടിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമല്ലാതെ നമുക്ക് ഈ ഒരു ചൈനയുടെ ഏറ്റവും വലിയ ഡോമിനൻസ് നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്നത് റെയർ എർത്ത് പ്രൊഡക്ഷനിലും പ്രോസസ്സിങ്ങിലുമാണ്. ഈ റെയർ എർത്ത് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വരുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസ് ആണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ REEs എന്ന് പറയും. ഞാൻ 2-3 കാര്യങ്ങൾ പറയും, എന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. നമ്മുടെ ആക്ച്വലി ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡിജിറ്റൽ ക്യാമറാസ്, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺസ്, നമ്മുടെ ഹാർഡ് ഡ്രൈവ്സ്, ഈ സാധനങ്ങളിലെല്ലാം ആക്ച്വലി റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, പിന്നെ നമ്മുടെ റിന്യൂവബിൾ എനർജീസിന് എന്താ നമുക്ക് വരുന്നത്,
വിൻഡ് ടർബൈൻസ്, ഇതിനകത്തൊക്കെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റ്സ് ഒക്കെ ആക്ച്വലി ഉണ്ടാക്കുന്നത് തന്നെ റയർ എർത്ത് എലമെൻറ്റ്സ് വെച്ചിട്ടാണ്. ഈ റയർ എർത്ത് എലമെൻറ്റ്സിൽ ചൈനയ്ക്ക് വലിയൊരു ഡോമിനൻസ് ആണ്, നോട്ട് ജസ്റ്റ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻ ദി പ്രോസസ്സിങ് ഓഫ് ദീസ് റയർ എർത്ത് എലമെൻറ്റ്സ്. നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വേർ ക്ലീൻ എനർജി മെറ്റൽസ് ക്ലീൻ എനർജി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജിക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് പ്രൊഡക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയർ എർത്തിൽ 60% ഓഫ് ദി പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ്. അതിൽ തന്നെ 87% ഓഫ് ദി പ്രോസസ്സിംഗ് ഹാപ്പൻസ് ഇൻ ചൈന. ലുക്ക് അറ്റ് ദി ഡോമിനൻസ് ദാറ്റ് ചൈന ഈസ് ഹാവിങ് ഇൻ ദിസ് സെക്ടർ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷന് വേണ്ടി കൊടുക്കുകയാണ്. റെയർ എർത്ത് മിനറൽസ് ഒക്കെ ഫൗണ്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചൈനയിലാണ്, അത് കഴിഞ്ഞ് വിയറ്റ്നാമിലൊക്കെ ഉണ്ട്, ഇന്ത്യയിലുമുണ്ട്. പക്ഷേ ദി തിങ് ഇസ് ദി റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി റെയർ അല്ല, ഒരുപാട് സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാനുമൊട്ടുള്ള ടെക്നോളജിയാണ് എല്ലാ സ്ഥലത്തും ഇല്ലാത്തത്. അതിലാണ് ചൈനയ്ക്ക് ഏറ്റവും വലിയ ഡോമിനൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചൈന ഹാസ് ലെവറേജ്ഡ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ ദി റെയർ എർത്ത് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ബൈ റെസ്ട്രിക്റ്റിംഗ് ദി എക്സ്പോർട്സ് ഓഫ് റെയർ എർത്ത്. നമുക്ക് ഇന്ത്യയിൽ റെയർ എർത്തിൻ്റെ റിസർവ്സ് ഉണ്ടെങ്കിലും നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതുപോലെ തന്നെ പല രാജ്യങ്ങളും, അപ്പോൾ ഈ പല രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ചൈന എക്സ്പോർട്ട് ചെയ്താലല്ലേ ഇതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരതിനെ എക്സ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ജെർമേനിയം, ഗ്രഫൈറ്റ്, അതെല്ലാം തന്നെ ഈ ഒരു ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആൻഡ് ഇലക്ട്രോണിക്സിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ഇത് ചൈന എക്സ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഡെവലപ്മെൻറ്റ് ടുവേർഡ്സ് റിന്യൂവബിൾ എനർജി ആണ് തടസ്സപ്പെടുന്നത്. അപ്പോൾ ഈ കർവ്സും എക്സ്പോർട്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആക്ച്വലി അവർ ഫോർമലി ഒരു ബാനായിട്ട് കൊണ്ടുവരുന്നില്ല. ഇതെല്ലാം ഇൻഫോർമൽ ആയിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഇതേപോലത്തെ ടെക്നോളജിയൊക്കെ കൊണ്ടുവരുന്നതിനകത്ത് നമുക്ക് സ്ലോ ഡൗൺ ആകുമ്പം അത് കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, കാരണം ഇതിനകത്ത് പറയുന്നുണ്ട് അവർ കൃത്യമായിട്ട് ഒരു ബാൻ എന്നുള്ള രീതിക്ക് എങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും കുറേ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഇതേപോലെ 300 പേരെ വിളിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രോസസ്സിനകത്ത് അവിടെ ഒരു ഹോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ ബ്രോഡർ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ലിമിറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബിക്കോസ് എന്താ, നമ്മൾ ഇന്ത്യനെ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ട് വെക്കുക ഏതിന്, ചൈനീസിൻ്റെ ഇൻപുട്സിനകത്ത്. സോ ദാറ്റ് നമ്മളൊരു സെൽഫ് റിലയൻസ് കിട്ടുക ഹൈ വാല്യൂ മാനുഫാക്ചറിങ്ങിനകത്ത്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ മാനുഫാക്ചറിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലോകത്ത് ഇപ്പോൾ നമുക്ക് ഈ REEയുടെയൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു. ഇനി വരുന്ന ലോകത്തൊക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്ന ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെയാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ആക്ച്വലി മാനുഫാക്ചറിങ്ങിനകത്ത് കൂടുതൽ ഇത് സെൽഫ് റിലയൻസ് വേണ്ടത്. പക്ഷേ അതാവാനായിട്ട് ചൈന സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് ഈ പറയുന്നത്, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് ഈ പറഞ്ഞതുപോലെ ഫോർമൽ ബാൻസ് അല്ല, കുറേ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേസും കുറച്ച് വെർബലായിട്ട് ഇതിങ്ങനെ ചെയ്യേണ്ട, കുറച്ച് ഡിലേ ആക്കുക എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ചെയ്തും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി കുറച്ച് ചാലഞ്ചുമാണ്. നമുക്കിതങ്ങനെ ആരും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ അത്രയേ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു ലെവറേജ് അവർ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇതിനകത്തൊരു ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അലൈസ് തമ്മിലായിരിക്കും അവർ ഈ മാനുഫാക്ചറിങ്ങും സോഴ്സിങ്ങും ചെയ്യുന്നത്. അതായത് അലൈസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഫ്രണ്ട് ഷോറിംഗ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ ഇപ്പോൾ ഒരു ട്രേഡ് ബ്ലോക്ക്, സെയിം ട്രേഡ് ബ്ലോക്കിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലായിരിക്കും ഈ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സോഴ്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനകത്ത് വെസ്റ്റിനുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക, ചൈന ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ചൈനയുടെ ഇപ്പോഴത്തെ ഓരോ മെഷേഴ്സ്, ഈ ഒരു ട്രേഡ് എക്സ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു എനി നേഷൻ വിച്ച് ഇസ് ഡയറിങ് ടു ചാലഞ്ച് ഇറ്റ്സ് പ്രീഎമിനൻസ് ഇൻ ഗ്ലോബൽ മാനുഫാക്ചർ, അതിനെ ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീറ്ററായിട്ട് മാത്രമല്ല അത് കാണുന്നത്, അവരുടെ തന്നെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ബിക്കോസ് ദെയർ എന്താ പറയുക സ്റ്റെപ്സ് ആർ ഇൻ എ വേ സോ ദാറ്റ് ദേ വോണ്ട് ടു ഡിസ്ട്രോയ് അതേഴ്സ് എന്താ പറയുക ആ ഒരു പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഈ ഒരു പ്രത്യേക ഈ ക്രിട്ടിക്കലായിട്ടുള്ള സെക്ടേഴ്സിനകത്ത്. പക്ഷേ നമുക്ക് റിയാലിറ്റി ഇൻ ചൈന ഇവിടെയൊക്കെയാണ് ആക്ച്വലി ആർട്ടിക്കിളുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ടെല്ലിംഗ് അബൌട്ട് ദിസ് ഫാക്ടർ, ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ദ റിയാലിറ്റീസ് ഇൻ ദ ചൈന. നമുക്കറിയാം ചൈനയിൽ ഒരു ഏജിങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. അതായത് കുറച്ച് ഒരു വർഷം മുന്നേ വരെ ചൈനയായിരുന്നു ഏറ്റവും മോസ്റ്റ് പോപ്പുലസ് കൺട്രി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇന്ത്യയാണ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി. അവിടെ ഇപ്പോൾ ഏജിങ് പോപ്പുലേഷനാണ്. അവിടുത്തെ പോപ്പുലേഷൻ ഇപ്പോൾ ഷ്രിങ്ക് ചെയ്ത് വരികയാണ്. കാരണം കുറേ കാലങ്ങളായിട്ട് പ്രോട്രാക്റ്റഡ് വൺ ചൈൽഡ് പോളിസി ആയിരുന്നു. അപ്പോൾ ഒരു ചൈൽഡിന് മേളിൽ അവിടെ പാടില്ല
എന്നുള്ള അവർ ജനസംഖ്യ കൂടുന്നതുകൊണ്ട് അവർ കുറയ്ക്കാൻ വേണ്ടി ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവിടെ ഏജിങ് പോപ്പുലേഷൻ ആകുമ്പം യൂത്ത്ഫുൾ ആയിട്ടുള്ള പോപ്പുലേഷൻ അവർക്കില്ല, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അവർക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് അവിടെ ഒരു സ്ട്രക്ചറൽ ഇംബാലൻസ് വരിക. കാരണം എന്താ, നമ്മൾ കണ്ടു ചൈനയ്ക്ക് വലിയൊരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അവിടുത്തെ ഡൊമസ്റ്റിക് കൺസംഷൻ കുറഞ്ഞു വരികയാണ്. കാരണം ഏജിങ് പോപ്പുലേഷനാണ്, കൺസ്യൂം ചെയ്യുന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നത് പോലെ അവർക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ കുറയുകയാണ്. അപ്പോൾ ദേ ആർ ആക്ച്വലി മോർ ഫോക്കസിങ് ഓൺ ദി എക്സ്പോർട്ട് ഓഫ് ദി സ്റ്റഫ്. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴോട്ട് വരുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സിമ്പിളാണ്. നമ്മൾ ഈ എക്സ്പോർട്ട് കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വില കുറച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത് അവിടുത്തെ ആൾക്കാർക്ക് നഷ്ടമാണ്, ചൈനീസ് പ്രൊഡ്യൂസേഴ്സിന്. പക്ഷേ എന്നിരുന്നാലും അത് ചെയ്യാൻ വേണ്ടി പോവുക, വേറെ നിവൃത്തിയില്ല. കാരണം ഡൊമസ്റ്റിക് കൺസംഷൻ അത്രയ്ക്കും കുറവാണ്. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ ഏജിങ് പോപ്പുലേഷൻ ആയതുകൊണ്ട് സോഷ്യൽ വെൽഫെയറും പെൻഷൻ ലയബിലിറ്റീസ് ഒക്കെ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ എക്സ്പോർട്ട് റവന്യൂസിൽ നിന്ന് വേണം അവർക്ക് ഡൊമസ്റ്റിക് സെക്യൂരിറ്റി, മിലിറ്ററി എക്സ്പെൻഡിച്ചറൊക്കെ നടത്താനായിട്ട്. അപ്പോൾ ചൈനയ്ക്ക് ആക്ച്വലി ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രേഡ് സർപ്ലസ് ഉണ്ട്, വിച്ച് റൺസ് ടു ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്. അപ്പോൾ ഇത് അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊവസ്, അതായത് അവരുടെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റിനെ കുറിച്ച് പറയുന്ന അതേ സമയത്ത് വേറൊരു ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീക്കായിട്ടുള്ള ഇൻറ്റേർണൽ കൺസംഷൻ, അതായത് ഡൊമസ്റ്റിക് കൺസംഷനെയും കൂടെ ഇത് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓവർ കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺസംഷനും കുറവാണ്. ഇതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ചൈനയുടെ ബാങ്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തു. അതായത് ആൾക്കാർക്ക് കുറേ കൂടെ പൈസ ബാങ്കിൽ നിന്ന് ചീപ്പ് റേറ്റിൽ ബാങ്ക് ലോൺ എടുക്കാം. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ ചിലവുണ്ടാവുമല്ലോ, അപ്പോൾ കൺസംഷനും കൂടുമല്ലോ. ജസ്റ്റ് സിമ്പിൾ ലോജിക്കാണ്. പക്ഷേ അങ്ങനെ ആയിട്ട് പോലും ഇറ്റ് ഫെയിൽ ടു ഇഗ്നൈറ്റ് ദി ഇൻറ്റേർണൽ ഡിമാൻഡ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ആർട്ടിക്കിൾ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല, ബട്ട് സ്റ്റിൽ വീൽ ലുക്ക് ഇൻ ടു വാട്ട് ഹി ഈസ് സെയിങ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ it has eroded the profitability of many Chinese countries. പക്ഷേ സ്റ്റിൽ ഇതിനെ ഈ സ്റ്റൈമൈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതിനെ കോമ്പറ്റീഷനെ ഇംപീഡ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ഇറ്റ് ഇസ് ആക്ച്വലി ദേ ആർ അൺഡിനേബിൾ റിഫ്ലക്ഷൻസ് ഓഫ് പ്രൊഫൗണ്ട് ഡൊമസ്റ്റിക് കമ്പൽഷൻസ്. അവരുടെ വീക്കായിട്ടുള്ള ഇൻറ്റേർണൽ കൺസംഷൻ കാരണം അവർക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, അതും കുറച്ച് ചീപ്പായിട്ടുള്ള രീതിക്ക്. എന്നാൽ മാത്രമേ അവർക്ക് മണി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ തരൂർജി പറയുന്നത്, ഇൻ കേസ് ഇന്ത്യ ഒരു നല്ല ഷ്രൂഡായിട്ടുള്ള കുറച്ച് പോളിസീസ്, അസ്റ്റ്യൂട്ട് പോളിസി എന്ന് പറയുമ്പോൾ കുറച്ച് ഷ്രൂഡായിട്ടുള്ള പോളിസീസ് നമ്മൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുണ്ടെങ്കിലും, ബീജിംഗ് ഈസ് ആക്ച്വലി ഹൈലി ലൈക്ലി ടു എസ്കലേറ്റ് ഇറ്റ്സ് കൗണ്ടർ മെഷേഴ്സ്. ഇപ്പോൾ 300 പേരെ വിളിച്ചതുപോലെ വേറെ കുറേ കാര്യങ്ങളും കൗണ്ടർ മെഷേഴ്സ് ചെയ്യും. ബിക്കോസ് അവർക്ക് നമ്മൾ വളരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്ക് ആക്ച്വലി തരൂർജി നമ്മൾ നേരത്തെ ലിങ്ക് ചെയ്ത പോലെയാണ് പറയുന്നത്. കാരണം ഈ US ആക്ച്വലി താരിഫ് 50% റേസ് ചെയ്തു. പക്ഷേ ചൈനയ്ക്ക് ഈ റേസ് ചെയ്തതിനകത്ത് ഒരു 90 ഡേയുടെ പോസ് അദ്ദേഹം കൊടുത്തിരുന്നു പ്യൂണിറ്റീവ് താരിഫ്സിൽ നിന്ന്. പക്ഷേ ചൈന നമുക്ക് നേരത്തെ കണ്ട പോലെ ഒരുപാട് കൂടുതലാണ് ഇന്ത്യനെക്കാട്ടിലും റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഇമ്പോസിഷൻ ഓഫ് ന്യൂ US താരിഫ്സ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതിന് നമ്മൾ ഈ ആംഗിളും കൂടി നോക്കണം. മാത്രമല്ല ഇറ്റ് ഈസ് ആക്ച്വലി അണ്ടർസ്കോറിംഗ് ദ നീഡ് ഫോർ ഇന്ത്യ ടു ബി ട്രൂലി സ്ട്രാറ്റജിക് ഓട്ടോണമി. ബിക്കോസ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സും നമ്മുടെ കാര്യങ്ങളും നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അതിനുള്ള ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഇന്ത്യക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ ബീജിങ്ങിൽ വിസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ബാക്ക്ഡ്രോപ്പിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതിനകത്ത് ചൈന വെറുതെ അല്ല ഈ ഒരു ഡോമിനൻസ് കൊണ്ടുവരുന്നത്. അത് ഈ നോട്ട് ഫോർട്ടിയേഴ്സ് എന്ന് പറയുന്നത് അത് ലക്കോ ബൈ ചാൻസോ ഒന്നും വന്നതല്ല. അതിൻ്റെ ഒരു സിസ്റ്റമിക് ഡോമിനൻസ് ഉണ്ട് ഈ ക്രിട്ടിക്കൽ ആൻഡ് എമർജിങ് സെക്ടേഴ്സിനകത്ത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 6G പോലത്തുള്ള ഈ പറഞ്ഞ റിന്യൂവബിൾ എനർജീസ്, ഇതിനകത്തൊക്കെ അവർ ഭയങ്കരമായിട്ടുള്ള ഡോമിനൻ്റ് കൊണ്ടുവന്നേക്കാണ്. ഇത് അവർ എക്സ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് മാത്രമല്ല, ഈ ഒരു സെക്ടർ തന്നെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് തന്നെ ചൈനയാണ്. അത്രത്തോളമാണ് അവരുടെ ഡോമിനൻസ്. അപ്പോൾ ഇവരുടേത് ഒരു എന്താ പറയുക, അവരുടെ ഇപ്പം നമ്മൾ ഓവർ കപ്പാസിറ്റി കൊണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഓവർ കപ്പാസിറ്റിൻ്റെ തന്നെ അവരൊരു വെപ്പണായിട്ട്, സ്ട്രാറ്റജിക് വെപ്പണായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ BYD എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫോൺ മാനുഫാക്ചറിങ് കമ്പനീസാണ് കേട്ടോ. അപ്പോൾ അവരൊരു ഈ ക്വിൻറ്റസെൻഷ്യൽ ഇല്ലസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് വേറൊന്നുമല്ല, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് മാത്രം കണ്ടാൽ മതി. അത് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ്സിൽ ചീപ്പായിട്ടുള്ള ഫോൺസിനെ ഇറക്കി കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത്, പക്ഷേ അത് ചീപ്പ് റേറ്റിന് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പം
നമുക്ക് ഇതൊരു വലിയ പ്രൊഡ്യൂസേഴ്സാണ് കേട്ടോ. പക്ഷേ ചെറിയ രീതിയിൽ നമ്മൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടി വിറ്റാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേസൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ഈ ഒരു രീതിയിൽ അത് സ്റ്റിഫിൾ ചെയ്ത് കളയും, അതായത് ഒന്നുമില്ലാതെ നശീകരിച്ച് കളയും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇന്ത്യ കുറേ കൂടെ എന്താ പറയുക പ്രൊആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസമാണ്, ഇൻഫ്രാസ്ട്രക്ചർ അധികമില്ല. കണ്ടോ ഈ പെർവേസീവ് സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ആക്ച്വലി ടേം ഉണ്ടല്ലോ, സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ നെർവ്സിനെ ഡാമേജ് ചെയ്യുക. അപ്പോൾ ഇത് ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് അദ്ദേഹം ഒരു പ്ലേ ഓഫ് വേർഡ്സ് ചെയ്തതാണ്. ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പ് ഭയങ്കര എന്താ പറയുക, നമ്മൾ തന്നെ നമ്മളെ നശീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. അത് എത്രയും പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആദ്യത്തെ സ്റ്റെപ്പ്, ദ ഓണസ് ഇസ് ഓൺ ദി ഇന്ത്യൻസ് to emerge self-reliant in these sectors so that we can be truly a global manufacturing hub. ഇതാണ് ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളത് ഒരുപാട് ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. പക്ഷേ ഐ വോണ്ട് യു ടു റീഡ് ദിസ് ആർട്ടിക്കിൾ. അപ്പോൾ അത് ബുദ്ധിമുട്ട് എനിക്ക് തന്നെ വായിക്കുമ്പോൾ കുറേ വേർഡ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചതേ ഉള്ളൂ. നമ്മൾ അടുത്ത ആർട്ടിക്കിൾസിലേക്ക് പെട്ടെന്ന് പോവാം. ഇത് നമ്മൾ ഇന്നലെ കണ്ടിരുന്ന ഒരു ആർട്ടിക്കിളാണ്, ഉത്തരാഖണ്ഡ് ഫ്ലഡ്സിനെ കുറിച്ച്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഇറ്റ് ഇസ് ആക്ച്വലി സർവിങ് ആസ് എ ഡിമാൻഡർ ഫോർ ദി പെർമനന്റ് റിസ്ക് ഇൻ ദി ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ഹിമാലയാസ്. അപ്പോൾ അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അവിടുത്തെ ബേസിക്കലി ടോപ്പോഗ്രഫിയാണ് മെയിൻ റീസൺ. കൂടാതെ ഇന്നലെ കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് പെയ്ത ഹെവി റെയിൻസ്, കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത ഹെവി റെയിൻസിനാണ് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത് എന്താ പറയുക, ഈ ഒരു സോയിലിനെ അത് ഭയങ്കരമായിട്ട് ലൂസൺ അപ്പ് ചെയ്ത് അത് പെട്ടെന്നൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് ഫുള്ളി ഗഷ് ഔട്ട് ചെയ്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ആദ്യം ഈ അവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞത് ഇതൊരു ക്ലൗഡ് ബേസ്റ്റ് ആയിരിക്കും എന്നുള്ള രീതിക്ക്, അതായത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അതെന്തോ നേച്ചറിൽ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് കൈ ഒഴികയായിരുന്നു ചെയ്യുന്നത്. അതാണ് അവർക്ക് ഈസി. പക്ഷേ ഇതൊരു ക്ലൗഡ് ബേസ്റ്റ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. കാരണം അതിൻ്റെ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഉണ്ട്. എന്തായിരുന്നു ക്രൈറ്റീരിയ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു 100 millimeters ഓഫ് റെയിൻഫോൾ വരണം, അത് വിത്തിൻ എൻ അവർ ഇൻ എ ഏരിയ ഓഫ് 10 square kilometers. ഈ ഒരു കണ്ടീഷൻ വരുന്നതാണ് ക്ലൗഡ് ബേസ്റ്റ്. പക്ഷേ ഫാർ ബിലോ ആയിരുന്നു നമുക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത് റെയിൻഫോൾ. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് റെയിൻഫോൾ കിട്ടി. അതായിരുന്നു ഇതിൻ്റെ റീസൺ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു നീജർക്കായിട്ടുള്ള കാറ്റഗറൈസേഷനാണ്. നീജർ കാറ്റഗറൈസേഷൻ എന്ന് പറയുമ്പോൾ എടുത്തു ചാടി പെട്ടെന്ന് അങ്ങ് ഇത് ക്ലൗഡ് ബേസ്റ്റ് ആണ് കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഈ കമ്മിസറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടോളൻസസ് അറിയിക്കുമല്ലോ, അതിനാണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറുതെ അങ്ങ് കണ്ടോളൻസ് അറിയിക്കുക, മരിച്ചവരുടെ ഫാമിലീസിന് ഇത്രയും രൂപ തരാമെന്ന് പറയുക എന്നുള്ളത് ആ ഒരു രീതിയിൽ പോകുന്നതിൽ കാര്യമില്ല. അവിടെ ഭയങ്കര ഫ്രജൈലാണ്, എപ്പോൾ വേണോ അത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നലെ ജപ്പാൻ്റെ കേസിനകത്ത് പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ചിന് എത്രത്തോളം ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം. ഭയങ്കര ഇറ്റ് ഈസ് ഫേസിങ് ദ ഹയസ്റ്റ് റെക്കോർഡ് ഹീറ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അപ്പോൾ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം എക്സ്ട്രീം ആയിട്ടുള്ള റെയിൻഫോൾ ഇവൻറ്റ്സ് ഒക്കെ നടക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ പരിപാടികൾ, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ആ ഒരു ഏരിയയിൽ, ഉത്തരാഖണ്ഡ് ആ ഏരിയയിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും സോയിൽ ഫ്രജൈൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡെബ്രിസിനെ റിവ്യൂ ചെയ്ത് ഈ സിൽറ്റ് അക്യുമുലേഷൻ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, അതായത് ഈ ഒരു ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ പ്രൊആക്റ്റീവ്ലി എടുക്കണം എന്നുള്ളതാണ് ബേസിക്കലി ഇത് പറയുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. ഇത് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്നലെ മീറ്റ് ചെയ്തിരുന്നു. അവർ റിപ്പോ റേറ്റ്സിനെയൊക്കെ ഒരു അൺചേഞ്ച് ഡേറ്റ വെച്ചേക്കുന്നത്. എന്താണ് റിപ്പോ റേറ്റ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഭയങ്കര ലെങ്തി ആവും വീഡിയോ. സോ റൈറ്റ് നോ ഐ എം നോട്ട് സെയിങ് ദാറ്റ്. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് അത് നമ്മൾ ക്ലാസ്സിൽ GS ക്ലാസ്സസിനകത്ത് എക്കണോമിനകത്ത് ഈ കൺസെപ്റ്റ് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. ഇത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോ റേറ്റ് ഇസ് ആക്ച്വലി യൂസ്ഡ് ടു കൺട്രോൾ ദി മോണിറ്ററി സിസ്റ്റം ഓഫ് എ കൺട്രി, അതായത് മണി സപ്ലൈ ഇൻ ദി എക്കണോമി. അപ്പോൾ ഈ റിപ്പോ റേറ്റ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനനുസരിച്ച് മണി സപ്ലൈ ഇൻ ദി എക്കണോമി കൂടുകയും കുറയുകയും ചെയ്യും. അതുവഴി നമ്മൾ ഇൻഫ്ലേഷൻ, അതായത് വിലക്കയറ്റത്തിനെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നല്ലപോലെ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ എക്കണോമിയിൽ ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ കുറച്ച് പൈസേനെ നമ്മൾ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റെപ്പോ റേറ്റിനെ, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റെപ്പോ റേറ്റിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, കാരണം കൂട്ടുകയാണ് ചെയ്യുന്നത്, ഇനി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്തി ആവും. റെപ്പോ റേറ്റിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് ലിക്വിഡിറ്റി, അതായത് മണി സപ്ലൈനെ നമ്മൾ അബ്സോർബ് ചെയ്യുകയും അത് ഇൻ കേസ് ഇൻഫ്ലേഷൻ ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിന് ഉപയോഗിക്കുന്ന ടൂളാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതിന് പല ടൂൾസ് ഉണ്ട്. റെപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റെപ്പോ റേറ്റ് ഉണ്ട്, ബാങ്ക് റേറ്റ്, MSF ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് ഇൻക്ലൂഡ്
ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് 6 മെമ്പർ കമ്മിറ്റിയാണ്. അതിനകത്തൊരു 3 ഗവൺമെൻറ് നോമിനേറ്റഡ് അപ്പോയിൻറ്റഡ് ആൾക്കാരുണ്ടാകും, ബാക്കി 3 RBI നിന്നാണ്. ഇതിൻ്റെ ചെയർ ആയിട്ട് വരുന്നത് RBI ഗവർണറാണ്. ഇവരാണ് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇത് വേറൊന്നുമില്ല റിപ്പോ റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെയാണ് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്. ബേസിക്കലി നമ്മുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ നമുക്ക് കൂടുതലും ആകാൻ പാടില്ല, കുറവും ആകാൻ പാടില്ല. അപ്പോൾ വി ഹാവ് സെറ്റ് എ ലിമിറ്റ് +4% ±2, ഇതാണ് നമുക്ക് വേണ്ടത് ഇൻഫ്ലേഷൻ ഇൻ ദി എക്കണോമി. അപ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ ആ ഒരു ഔട്ടർ ബൗണ്ടിൽ വേണം, അതായത് 2% to 6% എന്നുള്ള റേറ്റിൻ്റെ ഇടയ്ക്ക് വേണം ഇത് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു റേറ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. ഇത് വേറൊരു ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നതാണ്. INS ഗുൽദാർ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ഡീകമ്മീഷൻ ചെയ്തൊരു ഷിപ്പാണ്. അതിനെ സ്കട്ടിൽ ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും ഡെലിബറേറ്റ്ലി നമ്മൾ ആ ഷിപ്പിനെ സിങ്ക് ചെയ്യും, അതിൻ്റെ താഴെ ഹള്ളിലുള്ള കുറച്ച് ഹോൾസിനെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഇത് ബേസിക്കലി ഇതിപ്പോൾ ചെയ്യുന്നത് തന്നെ അവിടെ താഴെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റീഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. സോ ദാറ്റ് അത് അവിടുത്തെ ഒരു ടൂറിസത്തിനെയും കൂടെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വാർ ടൈമിലാണ് ഈ ഒരു പ്രോസസ്സ് സ്കട്ട്ലിംഗ് ഓഫ് ഷിപ്പിനെ എംപ്ലോയ് ചെയ്തത്. ബിക്കോസ് നമുക്കറിയാം ഷിപ്സിനകത്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ വാർ നടക്കുന്ന സമയത്ത് ഇൻ കേസ് എനിമി ഷിപ്പ് നമുക്കിതിനെ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജീസ് ഒക്കെ അവർക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ആ ഒരു ഇതിനകത്തുള്ള എന്താ പറയുക, ഷിപ്പിനകത്തുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും ടെക്നോളജിയൊക്കെ എനിമീസിന് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഷിപ്പിനെ സിങ്ക് ചെയ്യും. അപ്പോൾ ഇത് ഫേമസ് ആയിട്ട് ഫ്രഞ്ച് ഫ്ലീറ്റ്സിൽ 1942 സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അതുമാണ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫ്രണ്ട് പേജ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രം. ഇത് കേരള ഹാസ് ബീൻ റാങ്ക്ഡ് 19th ഇൻ ദി ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ്. ഇത് റിലീസ് ചെയ്യുന്നത് നീതി ആയോഗാണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു 3 ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ട്രാൻസ്പോർട്ട് ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ്സ്, നമ്മുടെ ട്രാൻസ്പോർട്ടിൽ എത്രത്തോളമാണ് നമ്മൾ ഇലക്ട്രിഫൈ ചെയ്യുന്നത്, എത്രത്തോളം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആ ഒരു സ്റ്റേറ്റിലുണ്ട്, പ്ലസ് ഈ EVയുടെ മേഖലയിൽ എത്രത്തോളം റിസർച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ 3നെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിനെയും നീതി ആയോഗിനെ ഈ റാങ്ക് ചെയ്യും. ഈ റാങ്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു ചെറിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാത്തിനെയും ഗ്രോ ചെയ്യിപ്പിക്കുക, EV അഡോപ്ഷനെ കൂട്ടുക എന്നുള്ള രീതിക്കുള്ളതാണ്. ഇത് 2 ദിവസം മുന്നെയാണ് ആക്ച്വലി നീതി ആയോഗ് റിലീസ് ചെയ്തേക്കുന്നത്. ഇന്നാണ് അത് ആക്ച്വലി ന്യൂസിൽ വരുന്നത്. അപ്പോൾ കേരളത്തിന് 19th പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഒരു സ്റ്റേറ്റ് പോലും ആ ഒരു ഫുൾ സ്കോർ ഇതുവരെ കിട്ടിയിട്ടില്ല, അച്ചീവർ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് ഡൽഹിക്കും മഹാരാഷ്ട്രയ്ക്കുമാണ്. അപ്പോൾ കേരളത്തിന് ഇറ്റ് ഹാസ് എ ലോങ് വേ ടു ഗോ. അപ്പോൾ കേരളത്തിന് കുറേ റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. നമ്മൾ മൊബിലിറ്റി പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് പബ്ലിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൂട്ടണം. അപ്പോൾ അതിൻ്റെ ഈ റെഗുലേറ്ററി പെർമിഷൻ പ്രോസസ്സൊക്കെ നമ്മളൊരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, അതിന് വേണ്ട ലാൻഡൊക്കെ കൺസെഷണൽ റേറ്റിൽ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഷുഡ് ഓൾസോ ഫോക്കസ് ഓൺ ദി R&D. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന ടോപ്പിക്സ്. നമ്മൾ ആദ്യം ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം ട്രംപിൻ്റെ ഒരു 50% താരിഫിൻ്റെ കാര്യം നമ്മൾ കണ്ടു. അതുകൂടെ തന്നെ നമ്മൾ ശശി തരൂർ സാർ എഴുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അത് എനിക്കറിയില്ല നിങ്ങൾക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഐ ഹോപ്പ് ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ക്ലിയർലി. പക്ഷേ ദ തിങ് ഇസ് അത് ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ വായിക്കാതെ പോവും. അങ്ങനെ പോകരുത്, നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. ഈ ഒരു ഹൈലൈറ്റഡ് ആർട്ടിക്കിൾ എടുത്ത് വായിച്ചാലും മതി. ബിക്കോസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ദി മീനിങ്സ് ഓഫ് സം ടേംസ്. അത് നമുക്ക് ചിലപ്പോൾ എല്ലാവരും കോമൺ ലാംഗ്വേജിൽ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എഡിറ്റോറിയലാണ് കണ്ടത്. അത് ജസ്റ്റ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള എഡിറ്റോറിയലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് കണ്ടു. അത് റിലീസ് ചെയ്യുന്നത് ആരായിരുന്നു? നീതി ആയോഗാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആക്ച്വലി മെയിനായിട്ട് ഇന്ന് കണ്ട ആർട്ടിക്കിൾസ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതിനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഹിയർ വി കം ടു ദി എൻഡ് ഓഫ് ദിസ് സെഷൻ. സോ അടുത്ത ദിവസം വേറെ ഇന്ന് നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അപ്പോൾ നമ്മൾ കുറച്ച് ആർട്ടിക്കിൾസ് നാളെയും കൂടെ ചേർത്ത് കവർ ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഡേ. We'll come back tomorrow and meet you. Bye.